കെ മുരളീധരൻ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് പടിവാതിക്കൽ ഇങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഇത് മുന്നണി ചർച്ച ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ മുരളീധരൻ പലപ്പോഴും വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു നേതൃതല ഇടപെടൽ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവേണ്ടതുണ്ടോ? അല്ല, മുരളീധരൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞത് എനിക്കറിയുള്ളൂ. അദ്ദേഹം അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഇന്നിപ്പോ കേരളത്തിലില്ല. കാരണം എല്ലാ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും നായർ സമുദായവും അതുപോലെ ഒരു പരിധി വരെ ഈഴവ സമുദായവും ഒക്കെ കോൺഗ്രസിനോട് താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ എന്താണെന്ന് കേട്ടില്ലേ? അദ്ദേഹം എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് അയോധ്യയിൽ പോണോ വേണ്ടോ എന്നുള്ള അവർ തീരുമാനിക്കും. അതിന്റെ പേരിൽ ഒരു തീവ്ര നിലപാട് ഞങ്ങളുടെ സമുദായത്തിലില്ല. ഞങ്ങളുടെ സമുദായത്തിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്തരാർത്ഥം എന്താണ്? അവർ സമസ്തയ്ക്ക് കോൺഗ്രസിനോട് വിരോധം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സമസ്തയ്ക്ക് കോൺഗ്രസിനോട് താല്പര്യമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞ? അല്ലേ സമസ്ത അങ്ങനെയല്ലല്ലോ പറയാ, പോണെന്നല്ലേ പറയാ, പോകാതിരിക്കണം എന്നല്ലേ പറയാ? ഇനി നിങ്ങൾ നോക്കൂ, ഈ ക്രൈസ്തവ മതമേര ശിഷ്യന്മാരെ ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണിച്ച സമീപനം എന്താണ്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണല്ലോ അവസാനം ഉണ്ടായത്. അവിടുത്തെ സഭയുടെ അക്കാലത്തെടുത്ത തീരുമാനങ്ങൾ എന്താണ്? അത് മനസ്സിലാക്കും. ഇത് എന്തടിസ്ഥാനത്തിലാണ് പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കോൺഗ്രസ് ഇപ്പോഴത്തെ നിലപാട് തന്നെ തുടർന്നാൽ മതി. അതായത് ഹൈന്ദവ സമുദായത്തെയും ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തെയും ഒരേപോലെ കാണുന്ന ഒരു സമീപനം കോൺഗ്രസിനുണ്ട്. അതാണ് ഇപ്പൊ തുടർന്നു പോരുന്നത്. അത് തന്നെ തുടർന്നാൽ മതി. അല്ലാണ്ട് ഒരാളെ പ്രത്യേകിച്ച് പോയിട്ട് കണ്ട് അവരുടെ അരവന നിറങ്ങിയിട്ട് അല്ലെങ്കിൽ അവരുടെ സവിധത്തിൽ പോയിട്ട് അവരെ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടൊന്നും വേണ്ട. കാരണം തലമുറ മാറി നേതൃത്വങ്ങൾ പറയുന്നതല്ല സമുദായത്തിന്റെ അണികൾ അനുസരിക്കാറുള്ളത്. ആ നേതൃത്വത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സമീപനം. എല്ലാ നേതൃത്വത്തെയും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ നേതൃത്വങ്ങളെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും നന്നായി ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മന്നൻ ശതാബ്ദി ഉദ്ഘാടനം ചെയ്ത ആരാണ്? തെന്നല ബാലകൃഷ്ണപിള്ളയല്ലേ? മുതിർന്ന കോൺഗ്രസ് നേതാവല്ലേ തെന്നല ബാലകൃഷ്ണപിള്ള? അതെന്താ മറന്നുപോയോ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കും, ഞാൻ സമസ്തയുടെ നിലപാട് പറയാൻ കാരണം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദേശീയ തലത്തിലാണെങ്കിൽ തന്നെ ക്രൈസ്തവ സമൂഹം കർണാടക തെരഞ്ഞെടുപ്പിലെടുത്ത നിലപാടെന്താണ്? രാഹുൽ ഗാന്ധി എടുത്തവരുടെ സമീപനം എന്താണ്? ഇതൊക്കെയല്ലേ നമ്മൾ നോക്കേണ്ടത്. പിന്നെ എന്താണ് ഒരു എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മുരളീധരൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചാൽ മാത്രമേ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയില് കേരളത്തിലെ KPCC നേതൃത്വം വളരെ ഭംഗിയായിട്ട് തന്നെ സമുദായ നേതാക്കളുമായുള്ള ബന്ധം പുലർത്തുന്നുണ്ട്. ആ സമുദായത്തിന്റെ പിന്തുണ കോൺഗ്രസിന് കിട്ടുന്നുണ്ട്. അത് വ്യക്തമാകുന്ന ചില തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും കാണുന്നുണ്ട്. ചില പ്രസ്താവനകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ പോരെ? പിന്നെ അല്ലാണ്ട് എന്താ പ്രശ്നം എന്താ ഉണ്ടായെന്ന് പറയൂ. ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടത് ചൂണ്ടിക്കാണിക്കാനായിട്ട്? എങ്കിൽ അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതാണ് ശ്രീകുമാറിന്റെ നിലപാട്.